പണ്ട് പ്രപഞ്ചത്തിന്റെ സർവ്വ ലോകങ്ങളും ഒരൊറ്റ ഇരുണ്ട നിഴലിൻ കീഴിലായി. ആ നിഴലായിരുന്നു ഭണ്ഡാസുരൻ. അഹങ്കാരത്തിന്റെയും വ്യാമോഹത്തിന്റെയും മൂർത്തിഭാവം. ഒരിക്കൽ മഹാദേവന്റെ ക്രോധാഗ്നിയിൽ ഭസ്മമായി പോയ കാമദേവന്റെ ചിതാഭസ്മത്തിൽ നിന്നായിരുന്നു അവന്റെ ജനനം. അതുകൊണ്ട് തന്നെ അവന്റെ ശക്തി കേവലം ഭൗതികമായിരുന്നില്ല, മറിച്ചത് ആഗ്രഹത്തിന്റെയും മായയുടെയും വിഷമായിരുന്നു. ഭണ്ഡാസുരന്റെ തലസ്ഥാനം ശൂന്യകപുരിയായിരുന്നു. ഉള്ളിൽ പൊള്ളയായതും എന്നാൽ ഭയപ്പെടുത്തുന്നതുമായ വ്യാമോഹത്തിന്റെ നഗരം. അവന്റെ ആയുധങ്ങൾ സാധാരണമായിരുന്നില്ല. തമസും മോഹവും ഭ്രാന്തും ഉണ്ടാക്കുന്ന മാനസിക ശക്തികളായിരുന്നു അവ. ഉദരത്തിൽ നിന്ന് ജനിച്ച ഒരു ശക്തിക്കും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നതായിരുന്നു അവന് ലഭിച്ച വരം. ദുരിതത്തിലായ ദേവന്മാർ ഒടുവിൽ മഹാദേവന്റെ മുൻപിലെത്തി. അപ്പോൾ അദ്ദേഹം അവരെ പരമശക്തിയായ ആദിപരാശക്തിയെ ആരാധിക്കാൻ നിർദ്ദേശിച്ചു. അവർ മഹാചണ്ഡിയാഗം ആരംഭിച്ചു. തുടർന്ന് യാഗാഗ്നി ആളിക്കത്തി. പ്രപഞ്ചം കണ്ടിട്ടില്ലാത്ത ഒരു മഹാ തേജസ് അതിൽ നിന്ന് ഉയർന്നു വന്നു. അഗ്നിയുടെ ജ്വാലകൾ ഒരു സ്ത്രീ രൂപം പ്രാപിച്ചു. ആ നിമിഷം ശ്രീ ലളിതാ ത്രിപുര സുന്ദരി ദേവി കോടിക്കണക്കിന് സൂര്യന്മാരുടെ പ്രഭയോടെ ആവിഷ്കൃതയായി. അവൾ ദിവ്യ ബോധത്തിന്റെ പ്രതീകമായിരുന്നു. രത്നങ്ങൾ പതിച്ച ചലിക്കുന്ന ഒരു നഗരം പോലെ തോന്നിക്കുന്ന ചക്രരഥത്തിൽ സിംഹാസനം അലങ്കരിച്ച് അവൾ ഇരുന്നു. അവളുടെ ചുറ്റും ദിവ്യസേന അണിനിരന്നു. ശ്യാമളാദേവി, വരാഹിദേവി, ബാലത്രിപുര സുന്ദരി. അങ്ങനെ സത്യത്തിനും മിഥ്യയ്ക്കും ഇടയിലുള്ള ആ മഹായുദ്ധം ആരംഭിച്ചു. ഇതൊരു സാധാരണ യുദ്ധമായിരുന്നില്ല. ഓരോ ദിവ്യശക്തിയും ഭണ്ഡാസുരന്റെ ഓരോ ദുർഗുണത്തെയാണ് നേരിട്ടത്. ഭണ്ഡാസുരന്റെ സൈന്യാധിപന്മാരിൽ ഒരാളായിരുന്നു വിശുകരൻ, വ്യാമോഹത്തിന്റെ അധിപൻ. ത്രിപുര സുന്ദരി ദേവിയുടെ മന്ത്രിണിയായ ശ്യാമളാദേവിയാൽ തോൽപ്പിക്കപ്പെട്ടു. ശ്യാമളാദേവി തന്റെ ആയുധമായ ജ്ഞാനാസ്ത്രം, അതായത് ശുദ്ധമായ അറിവ് ഉപയോഗിച്ച് വിശുകരന്റെ മായകളെ തകർത്തെറിഞ്ഞു. മറ്റൊരു സൈന്യാധിപനായ വിഷംഗൻ, മാനസിക കുഴപ്പങ്ങളുടെ അധിപൻ, വരാഹിദേവിയുടെ ശക്തമായ ദണ്ഡനീതിയുടെ വടികൊണ്ട് പരാജയപ്പെട്ടു. 64 യോഗിനിമാരും 16 നിത്യമാതാക്കളും ദേവിയെ സഹായിച്ചു. അവർ പഞ്ചഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും താളം തെറ്റിച്ച അസുര ശക്തികളെ തകർത്ത് പ്രപഞ്ചത്തിൽ വീണ്ടും സന്തുലിതാവസ്ഥ സ്ഥാപിച്ചു. ഒടുവിൽ ഭണ്ഡാസുരൻ തന്നെ യുദ്ധക്കളത്തിലിറങ്ങി ദേവിയെ നേരിട്ടു. മഹാദേവൻ നൽകിയ പാശുപതാസ്ത്രം ഉൾപ്പെടെയുള്ള ഭീകരമായ ആയുധങ്ങൾ അവൻ പ്രയോഗിച്ചു. അപ്പോൾ ലളിതാദേവി തന്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാ ശക്തികളെക്കാളും ശക്തമായ ഒരു അസ്ത്രം എടുത്തുയർത്തി. അതായിരുന്നു കാമേശ്വരാസ്ത്രം, ദിവ്യമായ സ്നേഹത്തിന്റെയും മോക്ഷത്തിന്റെയും ആയുധം. ആ അസ്ത്രം ഭണ്ഡാസുരന്റെ മായയുടെ കോട്ടകളെ തകർത്ത് അവന്റെ അഹങ്കാരത്തെ ദഹിപ്പിച്ചു. അത് കേവലം ഒരു മരണമായിരുന്നില്ല, അവന് മോക്ഷം നൽകി എല്ലാ ദുരിതങ്ങളിൽ നിന്നും അവനെ മോചിപ്പിച്ചു. യുദ്ധക്കളം ശാന്തമാവുകയല്ല ചെയ്തത്, മറിച്ച് അവബോധത്തിന്റെ പൂക്കൾ അവിടെ വിരിഞ്ഞു. ഈ കഥയുടെ ആഴം ലളിതാദേവി ത്രിപുരയുടെ രാജ്ഞിയായി വാഴുന്നതിലാണ്. നമ്മുടെ ബോധത്തിന്റെ 3 ലോകങ്ങളാണ് ത്രിപുരം. ജാഗ്രത്, ഉണർന്നിരിക്കുന്ന അവസ്ഥ; സ്വപ്നം, സ്വപ്നാവസ്ഥ; സുഷുപ്തി, ഗാഠനിദ്ര. ഈ 3 അവസ്ഥകളെയും ഭരിക്കുന്ന രാജ്ഞിയാണ് ലളിതാദേവി. അവൾ നമ്മുടെ ആന്തരിക ലോകത്തെ നിയന്ത്രിക്കുന്നു. ശ്രീചക്രത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ അവൾ കാമേശ്വരനോട് ചേർന്നിരുന്ന് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ബോധവും ആനന്ദവും പകരുന്നത് അതുകൊണ്ടാണ്. ദേവി നമ്മെ പഠിപ്പിക്കുന്നത് ഇരുട്ടിനെ പുറത്തുനിന്ന് നശിപ്പിക്കാൻ ശ്രമിക്കാതെ ഉള്ളിലുള്ള ബോധത്തിന്റെ വെളിച്ചം കൊണ്ട് അതിനെ മറികടക്കുക. ശ്രീ ലളിതാ ത്രിപുര സുന്ദരി ഒരു അകർന്ന ദേവതയല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം അവബോധത്തിന്റെ സത്തയാണ്. നിങ്ങൾ മായയെ അതിജീവിച്ച് നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം തിരിച്ചറിയുന്ന ഓരോ നിമിഷത്തിലും ദേവി നിങ്ങളോടൊപ്പമുണ്ട്. ജയ് ശ്രീ ലളിതാ ത്രിപുര സുന്ദരി.